അമ്മ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. നമസ്കാരം. കൊറോണ വൈറസ് രോഗം അല്ലെങ്കിൽ കോവിഡ്-19 പടരാതെ തടയുവാൻ നാം വീടുകൾക്കുള്ളിൽ തന്നെ കഴിയേണ്ടതാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം വീടുകളിൽ നിന്നും പുറത്തു പോകുകയും പോകുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും കുറഞ്ഞത് 1 മീറ്റർ അകലം പാലിക്കുകയും ചെയ്യുക. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. ചുമയോ പനിയോ ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ടോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഹെൽപ്പ് ലൈൻ നമ്പറായ 1075 വിളിക്കുക. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. എന്റെ പൊന്നു മോനെ, എത്ര നാളായിടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ എവിടെയായത്? എന്താമ്മേ പറയേ. 3 മാസമായി നിന്നെ ഒന്ന് കണ്ടിട്ട്. കാണാൻ അങ്ങ് കൊതിയാവുക നിന്നെ. അച്ഛനാണെങ്കി ഇവിടെ കിടന്ന് അങ്ങ് കയറ് പൊട്ടിക്കുക നിന്നെ കാണാഞ്ഞിട്ട്. ആ, തീരെ സുഖമില്ലെന്നടാ, തീരെ സുഖമില്ല. നീ ഈ ആംബുലൻസ് ഓടിക്കാൻ പോയപ്പോ തൊട്ടേ ഞങ്ങൾക്ക് അങ്ങ് ആദ്യ. എന്റെ പൊന്നുമോനെ, നല്ലൊരു ജോലി ഉണ്ടായിരുന്ന കളഞ്ഞല്ലേ നീ ഇതിന് പോയത്? എല്ലാരും ഇട്ട് ആദ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട്. അമ്മേ, ലോകം മുഴുവൻ കൊറോണ വൈറസിന്റെ പിടിയിൽ അമരുമ്പോ എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഞാനും ചെയ്യണ്ടേ? അതുകൊണ്ട് മാത്രം അമ്മേ ഞാനിങ്ങനെ രാത്രിയും പകലുമില്ലാതെ ഓടുന്നത്. മറ്റുള്ളവരുടെ ജീവനല്ലേ അമ്മേ ഈ സമയത്ത് വലുത്. ആ അമ്മേ, പിന്നെ ഞായറാഴ്ച പൈസ കിട്ടിയിരുന്നല്ലോ അല്ലേ? ആ, കിട്ടി. അത് 2 ദിവസവും കിട്ടിയിട്ട് വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അച്ഛന് മരുന്ന് വാങ്ങിച്ചു. അങ്ങനെ എല്ലാം ഇങ്ങനെ കുറച്ച് നടത്തിക്കൊണ്ട് പോകുന്നു. ആരാ സാവിത്രി ഫോണില്? മോനാണോ? മോനാ. അവനോട് ഒന്നിവിടം വരെ വന്നിട്ട് പോവാൻ പറയൂ. അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വരുമെന്ന് പറയണം. ഞാൻ വരാമേ. നീ വല്ലതും കഴിച്ചോ? ഹേയ് ഇല്ല, നല്ല ഉറക്കക്ഷീണുണ്ടമ്മേ. ഇനി എപ്പോഴാ? ഏതെങ്കിലും ചെറിയ ചായക്കട കാണുമ്പോ ഇറങ്ങി ചായ കുടിക്കണം. എന്റെ പൊന്നുമക്കളെ, കണ്ട കടയിലൊന്നും കയറുമൊന്നും കഴിക്കല്ലേ. ഒന്ന് വിശ്വസിച്ച ഇവിടെ ഇപ്പൊ. ശരി അമ്മേ, ഞാൻ വിളിക്കാം. സമയത്തിനും നേരത്തിനും വല്ലതും കഴിക്കുമെങ്കിലും ചെയ്യ. ആ അമ്മേ, അച്ഛനോട് പറയണം വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ വരാം. സമയത്തിനും നേരത്തിനും വല്ലതും കഴിക്കുമെങ്കിലും ചെയ്യ. വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പരിപാടിയുടെ ഭാഗമായി പാലിന്റെ ഉത്പാദന വിപണന രംഗത്ത് പരിശുദ്ധിയുടെയും ഗുണനിലവാര സംരക്ഷണത്തിന്റെയും ആവശ്യകത എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് കാലത്ത് 10 മണി മുതൽ വടകര ബ്ലോക്കിലെ വെള്ളിക്കുളങ്ങര സ്കൂളിൽ നിന്ന് ആകാശവാണി കൊച്ചി FM 102.3. എന്റെ പൊന്നുമക്കളെ, കണ്ട കടയിലൊന്നും കയറുമൊന്നും കഴിക്കല്ലേ. ഒന്ന് വിശ്വസിച്ച ഇവിടെ ഇപ്പൊ. ചേട്ടാ, ഒരു ആംബുലൻസ് ഡ്രൈവർ വരുന്നുണ്ട്. പുള്ളിനോട് അടുപ്പിക്കരുത് കേട്ടോ. ചേട്ടാ, കടുപ്പത്തിലൊരു ചായ. കഴിക്കാൻ എന്തെങ്കിലും വേണോ മോനെ? വേണ്ട ചേട്ടാ, ചായ മാത്രം മതി. ഓ വേണ്ട, ചായ എടുക്കണ്ട. നിങ്ങൾ വേറെ എവിടെ നിന്ന് കഴിച്ചോ, ഇവിടുന്ന് കഴിക്കണ്ട. ഒന്നും വിചാരിക്കരുത്, താങ്കൾ ഒരു ആംബുലൻസ് ഡ്രൈവറാ. താങ്കൾക്ക് അസുഖം ഉണ്ടോന്ന് ഞങ്ങളെങ്ങനെ തിരിച്ചറിയാ? എന്താ ഞങ്ങൾക്ക് പേടിയാ, അതുകൊണ്ട് പറഞ്ഞതാ. ഞങ്ങൾക്ക് രോഗം വന്നാ ഞങ്ങളുടെ കുടുംബേ പോകും. നിങ്ങളിവിടെ നിൽക്കണ്ട, പോയിക്കോ. ആ അത് തന്നെ. നിങ്ങളെന്താ കണ്ണി ചോരയില്ലാത്തവരാ?
രാത്രി മുഴുവനും വണ്ടി ഓടിച്ചു വന്നിട്ട് ഒരു ചായ കുടിക്കാൻ വരുമ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയാ? അതെ, രോഗിയെ കൊണ്ട് ചീറിപ്പാഞ്ഞു പോകുമ്പോഴും രോഗി രക്ഷപ്പെടണമെന്ന ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. ഞങ്ങൾക്ക് ആർക്കെങ്കിലും രോഗം പിടിപെട്ടാലും ഞങ്ങൾ തളരില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മോൻ വിഷമിക്കണ്ട, വാ ചായ കുടിച്ചിട്ട് പോ. എന്താ എല്ലാവരും കൂടെ കൂടെ നിൽക്കുന്നത്? അയ്യോ, ഈ കടയുടെ ഉടമാരാ? ഞാനാണ് സാറേ. ഇവിടെ എന്താ ഇത്ര ആൾക്കൂട്ടം? എന്തോടെ പ്രശ്നം? സാറേ, ഈ ആംബുലൻസ് ഡ്രൈവർ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. എന്നിട്ട് ഇവര് പറയണത് കൊടുക്കണ്ടാന്ന്. എന്താ? ആംബുലൻസ് ഡ്രൈവർക്ക് കൊറോണ ഉണ്ടെങ്കിൽ ഇവർക്ക് പകരുന്ന്. ആംബുലൻസ് ഡ്രൈവർമാർ, ഡോക്ടർമാർ, നഴ്സുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ഇവരെല്ലാം ആർക്കും ഇത്തരത്തിലൊരു അസുഖം വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സത്യത്തിൽ ആംബുലൻസ് ഡ്രൈവർമാരുടെ സേവനം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെടേണ്ട ഒന്നാണ്. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്ന് ആംബുലൻസ് വിളിച്ചാൽ ആംബുലൻസ് ഡ്രൈവർമാർ ഓടി വന്ന് നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന സേവനം അത് കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവൂ. നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? കേൾക്കുമ്പോ വിഷമമുണ്ട്. ചേട്ടാ, ഒരു ചായ കൊടുത്ത ഇയാൾക്ക്. അപ്പൊ എല്ലാരും കേട്ടല്ലോ, ഇനി ആരും ഇവിടെ അങ്ങനെ വട്ടം കൂടി നിൽക്കണ്ട. പൊക്കോ പൊക്കോ. മോനെ, ചായ കുടിക്ക്, മനസ്സ് വിഷമിപ്പിക്കണ്ട.